ഏതൊരു യാത്രയും കുറച്ച് ഏകാഗ്രമാവുകയാണെങ്കിൽ ആരെ ഉദ്ദേശിച്ചാണോ ആ യാത്രകൾ നടത്തുന്നത് അയാളിലേക്ക് കുറെ കൂടെ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ, കൃത്യമായി പറഞ്ഞാൽ ഒരു പാഷൻ ഉണ്ടെങ്കിൽ, ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിന് വിളിക്കാവുന്ന ഒരു വാക്ക് തീർത്ഥയാത്ര എന്നാണ്. നീലകണ്ഠപിള്ളയിൽ നിന്ന് ദേവസഹായം പിള്ളയിലേക്ക് നടന്നതും ഈ തീർത്ഥയാത്രയാണ്. തിരുവിതാംകൂറിലെ ഒരു ട്രഡീഷണൽ നായർ ഫാമിലിയിൽ ജനിച്ച, ക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പൂതിരി അച്ഛനായുണ്ടായിരുന്ന നീലകണ്ഠൻ ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ചെറുപ്പത്തിലെ ആഴത്തിൽ പഠിച്ചു. സംസ്കൃതം, തമിഴ്, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ആയോധന കലയിലും മിടുക്കനായിരുന്ന ഈ ബുദ്ധിശാലി രാജകൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഡച്ചുകാരനായ ഡില്ലനോയിൽ നിന്ന് കണ്ടും കേട്ടു പറഞ്ഞ ഈശോയെ കുറിച്ച് ആഴത്തിൽ പഠിച്ചപ്പോൾ പഴയ വിശ്വാസങ്ങളിൽ നിന്നെല്ലാം മാറാതെ വയ്യനായി. ഹൈന്ദവ വിശ്വാസത്യാഗം ഇഷ്ടപ്പെടാത്തവരുടെ വ്യാജ കുറ്റാരോപണങ്ങളാൽ തടവിലാക്കപ്പെട്ട് കഠിന പീഡകളിലൂടെ കടന്നുപോയി. വേദഗ്രന്ഥത്തിലെ ജോബായിരുന്നു അദ്ദേഹത്തിന്റെ മാതൃകയും പ്രചോദനവുമായി ഉണ്ടായിരുന്നത്. 7 വർഷം നീണ്ട ക്രൈസ്തവ ജീവിതത്തിലെ ഓരോ ദിവസവും കത്തോലിക്ക വിശ്വാസത്തിന് കൃപ നൽകിയ ദൈവത്തെ കണ്ണുനീരോടെ സ്തുതിക്കുമായിരുന്നു അദ്ദേഹം. കൊല്ലപ്പെടുന്ന നിമിഷവും അത് തന്നെ തുടർന്നു. ദൈവമേ, എന്റെ ജീവിതവും നിന്റെ സ്തുതിക്കുള്ളതാകട്ടെ.